വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഗെയിൻ. ഇന്ന് രാവിലെ ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത് ഞങ്ങൾ ഒരു ഫാമിലി ട്രിപ്പ് പോവുകയാണ്. അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളുമൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇവിടെ പാക്കിംഗ് എല്ലാം ഇവിടെ കഴിഞ്ഞു. ഇനിയും ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ് മറ്റുള്ളവർ വരാനും വേണ്ടി. അവരിവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും. ഒരു 4 ദിവസത്തെ ട്രിപ്പ്, അപ്പം 1-2 വീഡിയോസ് ഇതിനെക്കുറിച്ച് കാണും. സോ കീപ് വാച്ചിങ്. പോകുന്നതിന് മുമ്പേ വണ്ടിയെല്ലാം മേക്ക് ഷുവർ ചെയ്യുക എല്ലാം ഓക്കെ ആണോ എന്ന്. എല്ലാം പാർക്ക് ചെയ്ത് സേഫായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇങ്ങനെ വരുന്നുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കുറേ നേരം ഇവിടെ നിന്ന് കഴിഞ്ഞപ്പം അവരെല്ലാവരും കൂടെ കളക്റ്റായി വണ്ടി വന്നു. സോ ഞങ്ങളങ്ങനെ വണ്ടിക്കകത്തോട്ട് കയറാൻ പോവാണ്. ഇനിയും ബ്ലാക്ക് പൂളിൽ കാണാം. സോ ഞങ്ങൾക്ക് വെയിൽസിൽ നിന്ന് ഏകദേശം 4-4.5 മണിക്കൂർ യാത്രയുണ്ട് ബ്ലാക്ക് പൂളിലേക്ക്. അതിൽ കുറേ നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞുങ്ങളൊക്കെ ടയേർഡായി അവരൊക്കെ ഉറങ്ങാൻ തുടങ്ങി. ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്തു. ഞങ്ങൾ ഈ ട്രിപ്പ് വളരെ നാളുകൾക്ക് മുമ്പ് കഴിഞ്ഞൊരു വർഷമേ ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പാണ്. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഒന്ന് പോകാം. അത് ആങ്ങളമാർ രണ്ടും കൂടെ എന്നെ കളിയാക്കുന്നതാണ്, ഞാൻ സ്റ്റാൻഡും എടുത്ത് വന്നെന്നും പറഞ്ഞ്. ഞങ്ങളുടെ ഡ്രൈവറായത് സ്പൾബർ. ഇതാണ് ഞങ്ങൾ പോകുന്ന വണ്ടി. ഹയർമി 5 ദിവസത്തിന് ഞങ്ങൾ വണ്ടി ഹയർ ചെയ്തിരിക്കുകയാണ്. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും, ഈ മിനി ബസ് ഓടിക്കും? എല്ലാവർക്കും ഈ മിനി ബസ് ഓടിക്കാമെന്നൊക്കെ. നമുക്ക് UK ഫുൾ ലൈസൻസ് ഉള്ള ഒരാൾക്ക് അപ് ടു 17 സീറ്റ് വരെയുള്ള വണ്ടി ഓടിക്കാം. പക്ഷെ പലരും നമ്മൾക്ക് തരത്തില്ല. പക്ഷേ ഈ കമ്പനി, ഹയർമി എന്ന് പറയുന്ന കമ്പനി, നമുക്ക് ഈ നമ്മുടെ UK ഫുൾ ലൈസൻസിൽ നമുക്ക് ഈ വണ്ടി തരും. നമ്മൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്താൽ മതി. ഞങ്ങൾ പലപ്പോഴും ഇതെടുത്തിട്ടുണ്ട്. എൻ്റെ ബ്രദറിന് സ്ഥിരം ഇതെടുക്കുന്നതാണ്. അങ്ങനെ ആണ് ഞങ്ങൾ ഈ ബസ്സൊക്കെ എടുത്തത്. സോ ഞങ്ങളിപ്പോൾ സർവീസസിലെത്തി. ഉച്ചയായപ്പോഴത്തേന് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പ്രിപ്പയർ എല്ലാം ചെയ്തുകൊണ്ടാണ് വന്നത്. ലെമൺ റൈസും ഒക്കെയാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ അഭിപ്രായം പറഞ്ഞ ലെമൺ റൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതാണ്, നല്ല ലെമൺ റൈസ്, സൂപ്പർ. ഇങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ട് വന്നുകൊണ്ട് എല്ലാവർക്കും ഓക്കെ ആയിരുന്നു. ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് കണ്ടോ ഡ്രോണൊക്കെ വെച്ച് എല്ലാവരും ഒരു സെൽഫി എടുക്കാൻ നിർത്തിയേക്കോ പിടിച്ച് എല്ലാവരും. എന്താടാ എൻ്റെ വ്ളോഗിന് കുഴപ്പം? കാണിച്ചേ. നമുക്ക് പല സീനറികളിൽ പോയി ഇങ്ങനെ എടുക്കാം. അങ്ങനെയൊക്കെ അവൻ പറഞ്ഞെങ്കിലും അതിന് ഡ്രോണിന് അധികം ആയുസില്ല. എൻ്റെ അടുത്ത ദിവസത്തെ വ്ളോഗിൽ ഞാൻ ആ സംഭവം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഞങ്ങൾ അവിടെ നിന്ന് പോയി. ഞങ്ങൾ അങ്ങനെ ബുക്ക് ചെയ്ത അക്കോമഡേഷനിൽ വന്നു. ഞങ്ങൾ Airbnb വഴിയാണ് ഈ അക്കോമഡേഷനൊക്കെ ബുക്ക് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 1 വർഷം മുന്നേ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫൈനാൻഷ്യലി ആണെങ്കിലും വലിയ ബേർഡൻ ഒന്നും വന്നില്ല. കാരണം ഞങ്ങൾ പലപ്പോഴായിട്ട് ഇതിൻ്റെ പേയ്മെൻറ്റ്സ് അടച്ചുകൊണ്ടും പിന്നെ നമുക്കങ്ങനെ ഒരു ബേർഡൻ വന്നില്ല. നല്ല അക്കോമഡേഷനായിരുന്നു. നമ്മൾ 17 പേർക്ക്, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ 17 പേരുണ്ട്. 17 ബെഡിൻ്റെ അക്കോമഡേഷനാണ് ബുക്ക് ചെയ്തത്. അപ്പം ഞങ്ങളിവിടെ വന്നു, അക്കോമഡേഷനിലോട്ട് പോവുകയാണ്. എന്താണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന് അറിയത്തില്ല. അതിൻ്റെ ആ ഒരു ആകാംക്ഷയിലാണ് എല്ലാവരും. സോ ഞങ്ങൾക്ക് ഈ ഒരു ഫ്ലാറ്റായിരുന്നു, നമ്പർ 2 ഫ്ലാറ്റായിരുന്നു കിട്ടിയത്. അത് മുകളിലത്തെ നിലയിലായിരുന്നു. സോ എവിടെ എന്തോന്നൊന്നും അറിയത്തില്ല. നമ്മൾ ആകെപ്പാടെ പിക്ചർ കണ്ടത് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും ഇങ്ങനെ ഓടി നടന്ന് എക്സ്പ്ലോർ ചെയ്യുക. അപ്പം നേരെ കയറി ചെന്ന ലെവലിൽ ഒരു ടോയ്ലറ്റ്, ബാത്ത് ആൻഡ് ടോയ്ലറ്റും അതുപോലെ തന്നെ 2 ബെഡ്റൂമുമായിരുന്നു. ഒരു വെറ്റ് ഫ്ലോർ പോലെ വോക്ക് ഇൻ ഷവർ ആയിരുന്നു. പിന്നെ ഈ ഒരു ബെഡ്റൂം, ഇതായിരുന്നു ഏറ്റവും ചെറിയ ബെഡ്റൂം. ഒരു ഡബിൾ ബെഡ് ഇടുന്ന ഒരു ബെഡ്റൂം. അതുപോലെ തന്നെ അടുത്ത ഒരു ബെഡ്റൂമിൽ
ഒരു ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡും. ഞങ്ങൾ ഓരോ ഫാമിലി ആയിട്ടാണ് റൂമൊക്കെ എടുത്തത്. ആർക്കും അറിയത്തില്ല, എല്ലാവരും ഇങ്ങനെ പോയി ഓരോരുത്തരത്തോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം അടുത്ത ലെവലിലോട്ട് കയറുമ്പോൾ ഒരു മിഡിൽ ലെവൽ പോലെ എടുത്ത് അവിടെയും 2 ബെഡ്റൂം. എഗെയിൻ അടുത്ത ബെഡ്റൂമിൽ ഒരു ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡും ആയിരുന്നു. പിന്നെ അതിനടുത്ത ബെഡ്റൂം ഇറ്റ്സ് ലൈക്ക് എ ബിഗ് ഫാമിലി റൂം, 2 ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡും. അപ്പം അവിടെ നിന്ന് അടുത്ത ലെവലിലോട്ട് പോകുമ്പം അവിടെയാണ് കിച്ചൺ ആൻഡ് ലിവിങ് സ്പേസ്. സാധാരണ ഉള്ളതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ്. ഒരു UK ഒരു വീട്ടിൽ താഴെയാണ് നോർമലി കിച്ചണും ലിവിങ് സ്പേസും വരുന്നത്. ഇവിടെ ആറ്റിക്കിലാണ്. സോ അവിടെ ഡിഷ് വാഷർ ഉണ്ടായിരുന്നു, ഹോബുണ്ട്, കെറ്റിലുണ്ട്, ടോസ്റ്ററുണ്ട്, പിന്നെ മൈക്രോവേവ് ഉണ്ട്, ഓവനുണ്ട്, ഫ്രിഡ്ജുണ്ട്, ഡൈനിങ് സ്പേസ് ഉണ്ട്. 6 പേർക്ക് ഒരു 12 പേർക്ക് വേണമെങ്കിൽ ഇരിക്കാം, 6 ചെയറേ ഉള്ളൂ. പിന്നെ ഒരു ഹ്യൂജ് ലിവിങ് സ്പേസ്. അത് ആക്ച്വലി 3 സോഫ ബെഡാണ്. സോ അവിടെയും വേണമെങ്കിൽ നമുക്ക് ഉറങ്ങാം. ഞങ്ങൾക്ക് എല്ലാവർക്കും 17 പേർക്കും ഇരിക്കാനും ഒക്കെയുള്ള ഒരു സ്പേസ് ആയിരുന്നു അത്. അപ്പം ഞങ്ങൾ പെണ്ണുങ്ങളിങ്ങനെ അടുക്കളയൊക്കെ എക്സ്പ്ലോർ വരച്ചു ഇങ്ങനെയെല്ലാം നോക്കുക. അവൾ എന്തൊക്കെയോ നോക്കിയിട്ട് ഇതില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അവിടെ എല്ലാം ടെലിവിഷനുണ്ട്. ഇവിടെ ഡൈനിങ് റൂമിലുണ്ട്, ലിവിങ് റൂമിലുണ്ട്, ബെഡ്റൂംസിലും ഉണ്ട്. ഞങ്ങളതെല്ലാം ഈവനിങ്ങിൽ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു ഏരിയ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല വീടായിരുന്നു. പിക്ചറിൽ കണ്ട പോലെ തന്നെ, അധികം മാറ്റങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെയുള്ളൊരു അക്കോമഡേഷൻ. ഇനി ഞങ്ങൾ ബീച്ചിലോട്ട് പോവുക. ഇന്ന് ഈവനിങ് ആക്ടിവിറ്റി ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ബീച്ചാണ്. പകുതി പേര് റെഡിയായി പോയി. ഞാനും ഹസ്ബൻഡും പോവാ. ഇനിയിപ്പം കെവിന് ബ്രദറൊക്കെ അവർ റെഡി ആവുന്നതേ ഉള്ളൂ. അപ്പം ബീച്ചിലോട്ട് അസിസ്റ്റനൊക്കെ റെഡിയായി ഇരിക്കുക. ബാക്കി എല്ലാവരും എന്ത് ചെയ്യും? മറ്റവരെന്ത് പോയോ ഓൾറെഡി? ഓക്കെ. എസ്റ്റിൽ എന്ത്? കുക്കുടുവേ കുക്കു എവിടെ പോവാ? ബീച്ചിൽ പോവാനോ? കച്ചട പോവാ? കുക്കു എവിടെ പോവാ? എവിടെ പോവാ? തലേ തൊപ്പിയൊക്കെ ഇട്ട് ഞങ്ങള് താമസിച്ച പ്രോപ്പർട്ടി ഉണ്ട്. അതാണ് തോണിൽ ഹോട്ടലിൻ്റെ അപ്പുറത്തുള്ള വെല്ലിംഗ്ടൺ സ്യൂട്ട്സ് എന്നും പറഞ്ഞ്. അതിനകത്ത് ഫ്ലാറ്റ് നമ്പർ 2 ഞങ്ങൾ താമസിക്കുന്നത്. ഫ്ലാറ്റ് നമ്പർ 1 ഉണ്ട്, 2 നമ്മൾ താമസിക്കുന്നത്. ഞങ്ങൾക്ക് 17 പേർക്ക് പറ്റിയ അക്കോമഡേഷന് ബെഡ്സ് ഉണ്ട്. 17 ബെഡുള്ള അക്കോമഡേഷൻ നോക്കിയാണ് നമ്മളെടുത്തത്. അവിടെ നിന്ന് നേരെ കാണുന്നതാണ് ബീച്ച്. അപ്പം ഒരു ഈവനിങ്ങിൽ ഒരു 5 മിനിറ്റ്സ് 15 മിനിറ്റ്സ് എന്ന് അവർ എഴുതിയിട്ടുണ്ട്. മേ ബി ഇനി ബീച്ചിൻ്റെ ആക്സസിലോട്ടായിരിക്കും 15 മിനിറ്റ്സ്. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ കാണുന്നത് ബീച്ചാണ്. അപ്പം ഞങ്ങൾ ഈവനിങ് വന്നിട്ട് ഒന്ന് അങ്ങോട്ട് പോവുക. ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. നമുക്ക് പോയി ബീച്ചൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നാളെ തൊട്ട് ഫുള്ളി പാക്ഡാണ്. പിന്നെ നമ്മൾ കൂടുതൽ ടൈമും വീടിനകത്ത് ആസ് എ ഫാമിലി ടുഗെദർ. ഞങ്ങൾ ഫസ്റ്റ് കസിൻസ് എല്ലാവരും കൂടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്നുമില്ല, കുറച്ച് പേര്. ഇനി UK ഞങ്ങളുടെ ഫസ്റ്റ് കസിൻസ് ഇനി ആൾക്കാരുണ്ട്. പക്ഷേ ഞങ്ങൾ അടുത്ത് താമസിക്കുന്ന എല്ലാവരും കൂടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഐ ക്യാൻ സീ അവിടോട്ട് നോക്കിയാൽ ബബിൾസ് വരുന്നത് നോക്കിയാൽ മതി. നമ്മുടെ പിള്ളേരെവിടെ വന്ന് അവിടെ നിന്ന് ബബിൾസ് പറത്തി കളിക്കുന്നുണ്ട് അവർ. ഈ പറന്ന് വരുന്ന ബബിൾസ് നിങ്ങൾക്ക് കാണാവോ അറിയത്തില്ല. നമ്മുടെ പിള്ളേരവിടെ നിന്ന് ബബിൾസ് ഇറക്കുക. എറ്റില് വാട്ട് യു ഡൂയിങ്? ഇതെന്തുവാടി ബബിൾ ഇത്രയും മാനുഫാക്ചറിങ് ആണോ? അത് ചുമ്മാ പിടിച്ചാൽ മതിയോ? വാ, ഇപ്പോഴ വീഡിയോയ്ക്കകത്ത് കേട്ടോ. വാ ബീച്ച് ഇറങ്ങുന്ന ബീച്ചാണോ ഇത്? ഞങ്ങളിവിടെ വന്നു. ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്. ലോ ടൈഡ് ആയതുകൊണ്ട് വെള്ളം അങ്ങ് ഇറങ്ങിപ്പോയി. പക്ഷേ ഇവിടെ ഇപ്പോഴും ആൾക്കാർ കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും ജാക്കറ്റ് ഇട്ടു.
ഞാൻ മാത്രം ജാക്കറ്റ് ഇട്ടില്ല, പിന്നെ തണുത്ത് വിറയ്ക്കുന്നു. എനിക്ക് തണുത്തു, ഞാൻ ജാക്കറ്റ് ഇട്ടു. ഹലോ ഡ്രോൺ. എൻ്റെ ബ്രദറിൻ്റെ ഒരു വിനോദമാണ്. കെവിനെ, അതെങ്ങനെ ഇത്രയും താന്നിങ്ങനെ സ്റ്റെപ്പായിട്ട് നിന്നെ ഫോളോ ചെയ്യുന്നേ? ആണോ? ബ്രില്യൻ്റ് ആണ്. ഞങ്ങളാരും ആ സത്യം തിരിച്ചറിഞ്ഞില്ല. ആ ഡ്രോണിന് ഞങ്ങളോടൊപ്പം ചിലവഴിക്കുന്ന അവസാന ചില നിമിഷങ്ങളായിരിക്കുമെന്ന്. ഇത് ഞാൻ അവിടെ കണ്ടത് ആരുടെയോ കരവിരുതാണ്. പക്ഷേ നല്ലതായിട്ടുണ്ടല്ലേ. ഞങ്ങൾ ചെയ്തതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ കുഞ്ഞുങ്ങൾ കുറേ നേരം ബീച്ചിലൊക്കെ കളിച്ചു, ഈവനിങ് സ്പെൻഡ് ചെയ്തു. ക്ലൈമറ്റ് ഒരു ഇച്ചിരി ക്ലൗഡി ആയിരുന്നു, സണ്ണൊന്നും കുറവായിരുന്നു. അപ്പം അത്യാവശ്യം ഇച്ചിരി തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും പിള്ളേരല്ലേ, അവർ കളിച്ചു, അവർ കുറേ മണ്ണിലൊക്കെ കളിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നു. ഞങ്ങളുടെ സായാഹ്നം ഞങ്ങൾ ഇവിടെ ചെലവഴിക്കാൻ തീരുമാനിച്ചു. ഇനി എന്താ വൈകിട്ട് പരിപാടി? അടിയോടടി. വൈകിട്ടെന്താ പരിപാടി? കഞ്ഞി കുടിക്കണം, കിടന്നുറങ്ങണം. ഇവളെ നിർത്തി ഒതുക്കി. ഇവളെ ഞങ്ങളുടെ ടൂർ പ്ലാനർ. നാളെ എവിടെയാ പോകുന്നത്, മറ്റന്നാൾ എവിടെയാ പോകുന്നതെന്ന് നിർത്തി ഒതുക്കുക. ഇനി ഇതറിഞ്ഞിട്ട് വേണം അടുത്ത പ്രാവശ്യം നിന്നെ പ്ലാനർ ആക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ. പിന്നെ ബീച്ചിൽ നിന്ന് മടങ്ങി വന്ന ശേഷം ഞങ്ങൾ ഡ്രസ്സെല്ലാം മാറി അടുക്കളയിൽ കയറി കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഒരു സൈഡിലോട്ട് ഒതുക്കി വെക്കുകയും വൈകിട്ടത്തേനുള്ള കാര്യങ്ങളുടെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെയാണ്. ഞങ്ങൾ ട്രാവലൊക്കെ ചെയ്ത് വന്നുകൊണ്ട് ഞങ്ങൾ വൈകിട്ട് കഞ്ഞിയാക്കാമെന്ന് പറഞ്ഞു. അപ്പം അവിടെ ഇൻഡക്ഷൻ ബേസ് ആയിരുന്നു. പിന്നെ ഞങ്ങളൊരു പോർട്ടബിൾ സ്റ്റൗവും കൂടെ കൊണ്ടുവന്നായിരുന്നു. അപ്പം ഞങ്ങൾ അതിനകത്ത് ചായയൊക്കെ ഇട്ട് അത്യാവശ്യം ചായയും മിക്സ്ചറും ഒക്കെ ഞങ്ങളൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കഞ്ഞിക്കുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിക്കുകയും മിക്സ്ചർ തിന്നുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ഒരു സന്തോഷമല്ലേ. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾ അമ്മ വീട്ടിൽ പോയി നിന്ന് സ്പെൻഡ് ചെയ്ത ടൈം പോലെയൊക്കെ ഒരുമിച്ച് ഇപ്പം എക്സ്റ്റെൻഡഡ് ഫാമിലി എല്ലാവരുടെയും ഭാര്യമാരും ഭർത്താക്കന്മാരും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു ബിസി ലൈഫിൽ ഇങ്ങനെയൊക്കെ വേണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മളെല്ലാവരും കൂടെ വന്ന് അല്പസമയം കൂടുതലൊന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ ആ വീടും ജോലിയെല്ലാം വിട്ട് നമ്മുടെ ആ ഒരു സ്ട്രെസ്സെല്ലാം മാറി നമ്മളിങ്ങനെ കുറച്ച് മനസ്സ് തുറന്ന് സന്തോഷിച്ച് ചിരിച്ച് തമാശകളൊക്കെ പറഞ്ഞിരിക്കുന്നത് നമുക്കെപ്പോഴും നല്ലതാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് മീറ്റിംഗ് കൂടി. പിള്ളേർക്കാണെങ്കിൽ ഇപ്പുറത്തെ ഡൈനിങ് റൂമിൻ്റെ അവിടുത്തെ ടി വിയിൽ കാർട്ടൂണും ഇട്ട് കൊടുത്തു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാം കഞ്ഞിയും പയറും മോരുകറിയും നല്ല ടേസ്റ്റായിരുന്നു, അത് കഴിച്ചു. പിന്നെ ഞങ്ങളെല്ലാം നടക്കാൻ പോയി. കുറേ നടക്കണം, ടവർ കാരണം ലൈറ്റ് കാണാൻ നമുക്ക് ഇറങ്ങിയതാണ്. പക്ഷേ ഞങ്ങൾ ഈ വീക്ക് വന്നുകൊണ്ടും ഓഗസ്റ്റ് മിഡ് വീക്കിലാണ് ഇവിടെ ലൈറ്റ്സ് ഓൺ ആവുന്നത്. അപ്പം ആ കാണുന്ന അവിടെയുള്ള ഒരു ടവറാണ്. ആ ടവറിൽ രാത്രി ഇങ്ങനെ ലൈറ്റപ്പ് ആകും. അവിടെ വരെ പോകണമെന്നും പറഞ്ഞൊക്കെ ഞങ്ങൾ നടന്നു. പക്ഷെ ദൂരം ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഞങ്ങൾ പാതി വഴി ചെന്നിട്ട് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോയി കഴിഞ്ഞപ്പം കുറച്ച് പേര് വീട്ടിൽ പോയി. ബാക്കിയുള്ളവർക്ക് മക്ഫ്ലറി കഴിക്കണം, ഒരു ദൂരെ കാണുന്നു എന്നും പറഞ്ഞ് ഞങ്ങൾ നേരെ മക്ഡൊണാൾഡ്സിലോട്ട് നടന്നു. എന്നിട്ട് എല്ലാവരും ഓരോ മിനി മക്ഫ്ലറിയൊക്കെ കഴിച്ച് ഞങ്ങളുടെ ആ ദിവസം ഞങ്ങളവിടെ എൻഡ് ചെയ്തു. ഇനിയും അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നിടം വരെ ബായ്.